ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു സുനി കാർത്തിക യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ പോർഷനായ പ്രൊനൗൺസിനെ കുറിച്ചാണ്. അപ്പോൾ പ്രൊനൗൺസ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നൗൺ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് പ്രൊനൗൺസ് പഠിക്കുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ പ്രൊനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പം നൗൺ എന്ന് പറഞ്ഞാൽ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസസ്, തിങ്സ് എക്സെട്ര എന്ന് പറയുക. ഒരു വസ്തുവിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു പേരായ ഒരു സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരായ ശബ്ദത്തിനെയാണ് നമ്മൾ നാമം അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അത് എന്തിനാ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പദത്തിലുള്ള അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള നൗൺ അല്ലെങ്കിൽ ഒരേ ഒരു പേരിനെ നമ്മൾ ആവർത്തിച്ച് എഴുതുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോനൗൺ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെഫിനേഷനായിട്ട്, പ്രോനൗൺസ് ആർ പ്ലേസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് നൗൺസ്. ദേ ഹെൽപ്പ് അസ് ടു റിപ്പീറ്റ് ദ യൂസ് ഓഫ് ദ സെയിം നൗൺ. ഒരേ പേര് നമ്മൾ ആവർത്തിച്ച് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, അമ്മു നല്ല കുട്ടിയാണ്, അമ്മു വളരെ ബുദ്ധിമതിയായ ഒരു കുട്ടിയാണ്, അമ്മു ഒരു ഗുഡ് ഗേൾ ആണ്, അല്ലെ അമ്മു ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ അമ്മുവിനെ കുറിച്ച് നമ്മളൊരു 10 കാര്യം പറയണമെങ്കിൽ അമ്മു എന്നുള്ള പേര് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അപ്പം നമുക്ക് പ്രോനൗൺ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ അമ്മു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അമ്മു ഒരു നല്ല കുട്ടിയാണ്, അവൾ പഠിക്കാൻ മിടുക്കിയാണ്, അവൾ ഹാർഡ് വർക്കിംഗ് ആണ്, അവൾ സിൻസിയർ ആണ് എന്നൊക്കെ നമുക്ക് ഉപയോഗിച്ച് പ്രോനൗൺ യൂസ് ചെയ്തിട്ട് പറയാം. അപ്പം അവൾ എന്നുള്ള പ്രോനൗൺ. അപ്പം അതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഷീ എന്ന പ്രോനൗൺ നമ്മൾ യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ പ്രോനൗൺസ് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പ്രോനൗൺസ് നമ്മൾ 2 തരത്തിലാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. സിംഗുലർ പ്രോനൗൺസ് എന്നും പിന്നെ പ്ലൂറൽ പ്രോനൗൺസ് എന്നും പിന്നെ കുറച്ച് പ്രൊനൗൺസ് ബിലോങ്ങിങ്സ് ആയിട്ടുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിംഗുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിനെ കുറിച്ച് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് സിംഗുലർ എന്ന് പറയുന്നത്. ഏതെങ്കിലും വസ്തുവായാലും വ്യക്തിയായാലും നമ്മൾ ഒന്ന് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവിടെ സംസാരിക്കുക. ഇവിടെ സിംഗുലർ പ്രൊനൗൺസ് ഏതൊക്കെയാണ്? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, യു എന്ന് പറഞ്ഞാൽ നീ, ഹി, ഷീ, ഇറ്റ്, മീ, ഹെർ, ഇതൊക്കെ നമ്മൾ സിംഗുലർ പ്രൊനൗൺസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്, അല്ലേ? ഇപ്പൊ ഷീ എന്ന് പറഞ്ഞാൽ അവൾ ഒരു വ്യക്തിയല്ലേ, അപ്പൊ അതൊക്കെ സിംഗുലർ പ്രൊനൗൺസ് ആണ്. ഇനി എന്താണ് പ്ലൂറൽ പ്രൊനൗൺസ്? നമുക്ക് അറിയാം, പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വരും, മോർ ദാൻ വൺ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ നമുക്ക് വി, യു, ദേ, അസ്. അപ്പൊ ദേ എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, ഒന്നിൽ കൂടുതലാണ്. വി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെ ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളെയാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് പ്ലൂറൽ പ്രോനൗൺസ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ ഈ 2 സിംഗുലറും പ്ലൂറലും ഒക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പ്രോനൗൺ ആണ് യു എന്നുള്ളത്, ഇല്ലേ? നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലൂറലിന്റെ കൂടെയും സിംഗുലറിന്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് യു. അപ്പൊ യു എന്ന് പറയുന്ന പ്രോനൗൺ നമുക്ക് 2 ഇടത്തും നമുക്ക് യൂസ് ചെയ്യാം. സിംഗുലർ പ്രോനൗണിന്റെ കൂടെയും പ്ലൂറൽ പ്രോനൗണിന്റെ കൂടെയും നമുക്ക് ഏത് പ്രോനൗൺ യൂസ് ചെയ്യാവുന്നതാണ്? യു എന്ന പ്രോനൗൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നോക്കൂ, നമുക്ക് താഴെ വേറെ കുറച്ച് പ്രോനൗൺസ് തന്നിട്ടുണ്ട്. ഇതാണ് മൈൻ, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, അവേഴ്സ്, ദേഴ്സ്. ഇതിനെയൊക്കെ നമ്മൾ ബിലോങ്ങിങ് ആയിട്ട് നമുക്ക് ഇപ്പം എൻ്റേത്, നിൻ്റേത്, അവരുടേത്, ഞങ്ങളുടേത് എന്നൊക്കെ നമുക്ക് പറയുമ്പോഴാണ് നമ്മളെ ബിലോങ്ങിങ് ആയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. അപ്പം അതും നമ്മൾ പ്രോനൗൺസ് ആയിട്ടാണ് പരിഗണിക്കുക, ഇല്ലേ? അപ്പോൾ പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്, ഇല്ലേ? സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അല്ലെങ്കിൽ പദങ്ങളെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റ് ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകും. ഇവിടെ ആദ്യം ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, നോക്കൂ. ദ ടീച്ചർ ഈസ് ഇൻ ദ ക്ലാസ്. ടീച്ചർ ഇപ്പൊ എവിടെയാണ്? ടീച്ചർ ക്ലാസ്സിലാണല്ലേ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ദ ടീച്ചർ ഈസ് ടീച്ചിങ്. ടീച്ചർ ക്ലാസ്സിലാണ്, ടീച്ചർ പഠിപ്പിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, ടീച്ചർ വായിക്കുകയാണ്, ടീച്ചർ എഴുതുകയാണ്, ടീച്ചർ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു നൗൺ എത്ര തവണ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രോനൗൺ നമുക്ക് എഴുതാൻ അറിയാവുന്ന ആൾക്ക്, ഒരു കുഞ്ഞിന് നമുക്ക് എന്ത് ചെയ്യാം? പ്രോനൗൺ യൂസ് ചെയ്തുകൊണ്ട് ഈ നാമത്തിനെ ആവർത്തിച്ച് പറയുന്നത് അങ്ങോട്ട് ഒഴിവാക്കി നിർത്താം.
ഇവിടെ നോക്കൂ, ദ ടീച്ചർ ഈസ് ഇൻ ദ ക്ലാസ്. ടീച്ചർ ഇപ്പോൾ ക്ലാസ്സിലുണ്ട്. അപ്പൊ വീണ്ടും ടീച്ചർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഏത് പ്രോനൗൺ യൂസ് ചെയ്യാം? ഷീ എന്ന പ്രോനൗൺ യൂസ് ചെയ്യാം. ഷീ ഈസ് ടീച്ചിങ്. അതിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലേ? ദ ടീച്ചർ ഈസ് ഇൻ ദ ക്ലാസ്. ടീച്ചർ ക്ലാസ്സിലാണ്. ഷീ ഈസ് ടീച്ചിങ്. അപ്പൊ എന്താ? ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ? അപ്പം വീണ്ടും വീണ്ടും ഈ ടീച്ചർ ടീച്ചർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ, മൈ സിസ്റ്റേഴ്സ് നെയിം ഈസ് സുപ്രിയ. എന്റെ സഹോദരിയുടെ പേര് സുപ്രിയ എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണം എഴുതാം, സുപ്രിയ ഇസ് ദ ക്ലാസ് മോണിറ്റർ. സുപ്രിയ ക്ലാസ് മോണിറ്റർ ആണ്. അപ്പൊ സുപ്രിയ എന്നുള്ള പേര് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തു ഇല്ലേ? അപ്പൊ നമുക്ക് സുപ്രിയ എന്നുള്ളതിന് പകരം, സുപ്രിയ എന്ന് പറയുന്ന ഒരു ഗേൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രോനൗൺ ഇവിടെ യൂസ് ചെയ്ത് എഴുതാവുന്നതാണ്? സുപ്രിയ എന്നുള്ള പേര് ആവർത്തിക്കാതെ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ഷീ എന്ന പ്രോനൗൺ യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ? ഷീ എന്ന പ്രോനൗൺ യൂസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ എങ്ങനെ പറയാം? മൈ സിസ്റ്റേഴ്സ് നെയിം ഈസ് സുപ്രിയ, ഷീ ഈസ് ദ ക്ലാസ് മോണിറ്റർ. കണ്ടോ? അപ്പൊ കുറച്ചുകൂടി ഈസി ആയില്ലേ സെന്റൻസ്? നെക്സ്റ്റ് നോക്കിയേ, അപ്പു ഈസ് മൈ കസിൻ. അപ്പു ആരാണ്? അപ്പു എന്റെ കസിൻ ആണ്. കണ്ടോ? ഡാഷ് ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ. നമുക്ക് വീണ്ടും വേണേ എഴുതാം, അപ്പു ഈസ് മൈ കസിൻ, അപ്പു ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ. അങ്ങനെ എഴുതാം. അതിന്റെ ആവശ്യകത ഇല്ല. അപ്പം അപ്പു എന്ന് പറയുന്ന നാമം അല്ലെങ്കിൽ നൗൺ നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്താൽ മതി ഇല്ലേ? അപ്പൊ അപ്പു ഒരു ബോയ് ആണ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രോനൗൺ ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഷീ ആണോ? അല്ല. അപ്പം അപ്പു ഒരു ആൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഹി എന്ന് പറയുന്ന പ്രോനോൺ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഇല്ല? അപ്പൊ ഇപ്പൊ എങ്ങനെ വായിക്കാം? അപ്പു ഈസ് മൈ കസിൻ, ഹി ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ. അപ്പു എന്റെ കസിൻ ആണ്, അവൻ ഒരു ക്രിക്കറ്റ് പ്ലെയർ കൂടിയാണ്. അപ്പൊ പ്രോനൗണിന്റെ ഉപയോഗം എന്താ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? നൗണിന്റെ ആവർത്തിച്ച് ഒരു പേര് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? ഇനി അടുത്ത നോക്കൂ, ഇവിടെ നോക്കിയേ, മൈ ഫാദർ ഈസ് എ ഡോക്ടർ. എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറാണ്. നമുക്ക് വീണ്ടും എഴുതാം, മൈ ഫാദർ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. എൻ്റെ അച്ഛൻ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഇല്ലേ? അപ്പൊ നമുക്ക് ഈ മൈ ഫാദർ എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ നമുക്ക് മൈ ഫാദർ എന്ന് പറയാം. മൈ ഫാദർ ഈസ് എ ഡോക്ടർ. എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറാണ് അല്ലേ? അപ്പൊ ഫാദർ എന്ന് പറയുന്നത് ഒരു മെയിൽ പേഴ്സൺ ആയതുകൊണ്ട് നമുക്കിവിടെ ഏത് പ്രോനൗൺ യൂസ് ചെയ്യാം? ഹി എന്ന പ്രോനൗൺ യൂസ് ചെയ്യാം അല്ലേ? ഹി ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. മൈ ഫാദർ ഈസ് എ ഡോക്ടർ, ഹി ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. അപ്പൊ നമ്മൾ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏത് പ്രോനൗൺ ആണ് യൂസ് ചെയ്തത്? ഹി എന്ന പ്രോനൗൺ ആണ് നമ്മളവിടെ യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ദിസ് ടെക്സ്റ്റ് ബുക്ക് ഈസ് ഡാഷ്. ഈ ടെക്സ്റ്റ് ബുക്ക് എൻ്റേതാണ് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ബിലോങ്ങിങ് ആയിട്ടുള്ള പ്രൊനൗൺ എഴുതണം. ബിലോങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താ? നിന്റേത്, അവരുടേത്, ഞങ്ങളുടേത് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറില്ലേ? അതിനെയാണ് നമ്മൾ ബിലോങ്ങിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കൂ, ദിസ് ടെക്സ്റ്റ് ബുക്ക് ഈസ് എന്താണ്? ഈ ടെക്സ്റ്റ് ബുക്ക് എൻ്റേതാണ് എന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് പ്രൊനൗൺ എഴുതാം? ദിസ് ടെക്സ്റ്റ് ബുക്ക് ഈസ് മൈൻ എന്ന പ്രൊനൗൺ എഴുതാം. ദിസ് ടെക്സ്റ്റ് ബുക്ക് ഈസ് മൈൻ. ഈ ടെക്സ്റ്റ് ബുക്ക് എന്റേതാണ്. ഓക്കെ അല്ലേ? നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന നോക്കൂ, ദീസ് ക്ലോത്ത്സ് ആർ ഡാഷ്. ഈ വസ്ത്രങ്ങൾ അവരുടേതാണ് അല്ലെങ്കിൽ ഈ വസ്ത്രങ്ങൾ നിങ്ങളുടേതാണ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ എഴുതാം? ഏത് പ്രൊനൗൺസ് എഴുതാം? ബിലോങ്ങിങ് ആയിട്ടുള്ള പ്രൊനൗൺസ് ആണ്. അപ്പം ഈ വസ്ത്രങ്ങൾ നിങ്ങളുടേതാണ് എന്നാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എങ്ങനെ ഇവിടെ എഴുതാൻ പറ്റും? ദീസ് ക്ലോത്ത്സ് ആർ യുവേഴ്സ്. YOUR ഉണ്ടോ? ദീസ് ക്ലോത്ത്സ് ആർ യുവേഴ്സ്. അപ്പോസ്ട്രോഫി ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. ദീസ് ക്ലോത്ത്സ് ആർ യുവേഴ്സ്. ഈ വസ്ത്രങ്ങൾ ആരുടേതാണ്? ഈ വസ്ത്രങ്ങൾ നിങ്ങളുടേതാണ് എന്ന് പറയാം. ഇനി നോക്കൂ, അനു ആൻഡ് ഐ ലൈക്ക് സ്റ്റോറി ബുക്ക്. അനുവും ഞാനും സ്റ്റോറി ബുക്ക് ഇഷ്ടപ്പെടുന്നവരാണ് ഇല്ലേ? അനു ആൻഡ് ഐ ലൈക്ക് സ്റ്റോറി ബുക്സ്. ഉണ്ടോ? ഡാഷ് റീഡ് ദം എവരിഡേ. അപ്പൊ നോക്കിയേ, അനുവും ഞാനും എന്നും ഈ ബുക്ക് വായിക്കും എന്നാണ് പറയേണ്ടത് അല്ലെ? അനു ആൻഡ് ഐ ലൈക്ക് സ്റ്റോറി ബുക്ക്. അനുവും ഞാനും സ്റ്റോറി ബുക്ക് ഇഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങൾ ദിവസവും അത് വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി ഇല്ലേ? അപ്പൊ ഞങ്ങൾ എന്ന് പറയുന്നതിന്റെ പ്രോനോൺ ഏതാണ് നമുക്ക് എഴുതാൻ പറ്റുക? വി എന്ന് എഴുതാം. കണ്ടോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? അനു ആൻഡ് ഐ ലൈക്ക് സ്റ്റോറി ബുക്ക്, വി റീഡ് ദം എവരിഡേ. അല്ലാതെ വീണ്ടും നമുക്ക് അനു ആൻഡ് ഐ റീഡ് ദം എവരിഡേ എന്ന് പറയേണ്ട ആവശ്യമില്ല. നൗൺ അവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ,
അടുത്ത നോക്കൂ, ഐ ഹാവ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ അനിമൽസിന്റെ ഒക്കെ പേര് പറയുമ്പോൾ അല്ലെ, അനിമൽസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇറ്റ് എന്നുള്ള പ്രൊനൗൺ ആണ് യൂസ് ചെയ്തേണ്ടത് ഇല്ലേ. അപ്പൊ നമ്മൾ മനുഷ്യരെയൊക്കെ പറയുന്ന പോലെ ഹി എന്നും ഷീ എന്നും നമ്മൾ പറയാം സാധാരണ. പക്ഷെ നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്യുമ്പം ഇറ്റ് എന്നുള്ള അനിമൽസിന്റെ ഒക്കെ കാര്യം വരുമ്പോൾ ഇറ്റ് എന്നുള്ള പ്രൊനൗൺസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയേ, ഐ ഹാവ് എ ഡോഗ്, എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്. ഡാഷ് ഈസ് വെരി നോട്ടി, അത് വളരെ കുസൃതിയുള്ള ആളാണ് ആ പട്ടിക്കുട്ടി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഏത് പ്രൊനൗൺ യൂസ് ചെയ്യാം, ഇറ്റ് എന്ന പ്രൊനൗൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് വെരി നോട്ടി അല്ലേ. ഐ ഹാവ് എ ഡോഗ്, എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്. ഇറ്റ് ഈസ് വെരി നോട്ടി, അതെങ്ങനെയാണ്, വളരെ കുസൃതിയുള്ള പട്ടിക്കുട്ടിയാണ്. ഇനി നോക്കി, ഞാനൊരു പാരഗ്രാഫ് പോലെ, ചെറിയൊരു പാരഗ്രാഫ് പോലെ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, വൺ ഡേ എ ലയൺ വാസ് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെസ്റ്റ്. എന്നെന്താ, ഒരു ദിവസം ഒരു സിംഹം ഒരു വേട്ടക്കാരന്റെ വലയിൽ അകപ്പെട്ടു. ഡാഷ് ട്രൈഡ് ടു ബ്രേക്ക് ദ നെസ്റ്റ് ബട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ആ വല പൊട്ടിക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്താണ്, സാധിച്ചില്ല, ഫെയിൽ ആയിപ്പോയി അല്ലേ. അപ്പൊ നമുക്ക് ഈ ഡാഷ് ഇട്ടെടുത്ത് ഏത് പ്രോനാണ്, നമ്മുടെ നൗൺ എന്നിവിടെ ഉദ്ദേശിക്കുന്ന നാമം ഇവിടെ ആരാണ്, സിംഹമാണ്, ലയൺ ആണ്. അതൊരു അനിമൽ ആയതുകൊണ്ട് നമുക്ക് ഏത് പ്രൊനൗൺ ഇവിടെ യൂസ് ചെയ്യാം, ഇറ്റ് എന്ന പ്രൊനൗൺ നമുക്കിവിടെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നോക്കൂ, വൺ ഡേ എ ലയൺ വാസ് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെസ്റ്റ്, ഇറ്റ് ട്രൈഡ് ടു ബ്രേക്ക് ദ നെസ്റ്റ് ബട്ട് ഫെയിൽഡ് അല്ലേ. അത് വല പൊട്ടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് സാധിച്ചില്ല. നോക്കൂ, അടുത്ത സെന്റൻസ് നോക്കൂ, then the small mouse heard the lion's roars and came there. അപ്പോൾ ആരാണ്, ഒരു കുഞ്ഞ് എലി എന്ത് കേട്ടു, ഈ സിംഹം അലർന്നല്ല, സിംഹത്തിന്റെ അലർച്ച കേട്ടിട്ട് അവിടേക്ക് വന്നു. നോക്കിയേ, ഡാഷ് സോ ദ ലയൺ വാസ് ട്രാപ്ഡ് ഇൻ ദ നെസ്റ്റ്. അപ്പം നമ്മുടെ എന്താണ്, എലി എന്ത് കണ്ടു, നമ്മുടെ ലയണ് ഒരു വലയിൽ അകപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അപ്പൊ വീണ്ടും ഇവിടുത്തെ നൗൺ എന്താണ്, മൗസ് അല്ലെ, എലി എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട പ്രൊനൗൺ എന്താണ്, ഇറ്റ് എന്നാണ്. കണ്ടോ, ഇറ്റ് എന്നുള്ള പ്രൊനൗൺ, കാരണം മൗസ് ഒരു അനിമലിന്റെ വിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇറ്റ് എന്നുള്ള പ്രൊനൗൺ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. നോക്കിയോ, then the small mouse heard the lion's roars and came there, it saw the lion was trapped in the nest. അപ്പൊ നമ്മുടെ എലി എന്താ കണ്ടേ, ലയൺ എവിടെയാണ്, ഒരു നെസ്റ്റിലെ ഒരു വലയിലെ കുടുങ്ങിക്കിടക്കുകയാണ്. നോക്കൂ, the lion said little mouse. അപ്പം സിംഹം നമ്മുടെ എലിയോട് പറഞ്ഞു, ഡാഷ് ആം ഇൻ ഡേഞ്ചർ. അപ്പൊ സിംഹമാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ സിംഹമാണ്, ലയൺ ആണ്. ലയൺ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മുടെ മൗസിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. നോക്കൂ, ഇവിടെ ആം എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആം വരണമെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ ചേർക്കേണ്ട പ്രൊനൗൺ എന്തായിരിക്കും മക്കളെ, ഐ ആയിരിക്കും. തീർച്ചയായിട്ടും അതിന് യാതൊരു മാറ്റമില്ല. നോക്കൂ, ദ ലയൺ സെഡ് ദ ലിറ്റിൽ മൗസ് ഐ എം ഇൻ ഡേഞ്ചർ. എന്താണ് ലയൺ മൗസിന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹെൽപ്പ് ഡാഷ് ബിഫോർ ദ ഹണ്ടർ കെയിംസ്. വേട്ടക്കാരൻ വരുന്നതിന് മുന്നേ എന്നെ രക്ഷിക്കൂ അല്ലെ, എന്നെ രക്ഷിക്കൂ. അപ്പൊ നോക്കിയേ, ഹെൽപ്പ് ഡാഷ്, എന്നെ. അപ്പൊ അവിടെ ഏത് പ്രൊനൗൺ യൂസ് ചെയ്യണം, മീ, ഹെൽപ്പ് മീ. അപ്പൊ സിംഹം പറയുന്നതായിട്ടാണ് അല്ലേ, സിംഹം എന്താണ് പറയുന്നത്, ഹെൽപ്പ് മീ, എന്നെ രക്ഷിക്കൂ, ബിഫോർ ദ ഹണ്ടർ കെയിംസ്, വേട്ടക്കാരൻ വരുന്നതിന് മുമ്പേ എന്നെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ എത്ര പ്രൊനൗൺസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കൂ. കണ്ടോ, ഇവിടെ ഒരുപാട് തവണ നമ്മൾ ലയണിനെയും നമ്മുടെ മൗസിനെയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ എല്ലാം അതിനനുസൃതമായിട്ടുള്ള പ്രൊനൗൺസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. വൺ ഡേ എ ലയൺ വാസ് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെസ്റ്റ്, it tried to break the nest but failed. Then the small mouse heard the lion's roars and came there. It saw the lion was trapped in the nest. The lion said the little mouse, I am in danger. Help me before the hunter comes. ഓക്കെ, അപ്പം നമ്മൾ പ്രൊനൗൺ നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും നമ്മൾ സെന്റൻസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഗ്രാമർ പോർഷനാണ് പ്രൊനൗണ്. പ്രൊനൗൺ പഠിക്കുന്നതിന് മുമ്പ് നൗൺ എന്താണെന്ന് അറിയണം. ഇപ്പം നൗണ് അതായത് ഒരു പേര് എപ്പോഴും ആവർത്തിച്ച് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് അല്ലെങ്കിൽ പദങ്ങളെയാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഈ ക്ലാസ് നന്നായി കണ്ട് അതൊന്ന് പഠിക്കുക.
അപ്പം നൗണിനെ കുറിച്ചുള്ള നമ്മുടെ ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.